നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ചെറായിക്കിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഗുരുദേവ ക്ഷേത്രം ചിറ്റമ്പല SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രീതി നടേശനും ചെറായിക്കിൽ ക്ഷേത്രാങ്കണത്തിൽ ഊഷ്മള വരവേൽപ്പ്. നമുക്കെല്ലാവർക്കും ആവേശപരമായ സ്വീകരണങ്ങൾ നൽകിക്കൊണ്ട് കുഴപ്പമില്ല. സമ്മേളനം പ്രഭയും വിരിതാ സാവധാനം അടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപനീരുന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമേലത്തടിയും വിരിതാ സാവധാനം അടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപനീരുന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമേലത്തടി കോമള പ്രഭവിളങ്ങണേ വിഭോ മാറ്റിനിൻ മുഖരസം നിഴൽ നീങ്ങി നിൽക്കണേ. നിങ്ങൾ ആദ്യമായി നിങ്ങളോട് മാപ്പ് പറയുക. കാരണം 2 പ്രാവശ്യവും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഇട്ട വന്നതിനെ കുറിച്ചാണ് ഇട്ടാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് ചെയ്യൂ എന്ന് നമ്മുടെ ബിജു മാധവന് നിർബന്ധമായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കുറേ നാളുകളായിട്ട് ദീർഘദൂര യാത്ര ഏതാണ്ട് 1.5 മാസമായി നടത്താതിരിക്കുകയാണ്. ഇന്ന് യാത്രയിലൂടെ വന്നപ്പോൾ ഇവിടെ കണ്ടതൊരു മഹാത്ഭുതമാണ്. തൊടുപുഴ ഞാൻ ഒരുപാട് കാലമായി വരാറ് പോകാറുണ്ട്.
ഇത്രയധികം ജനങ്ങളെ സംബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നാളിതുവരെ തൊടുപുഴയിൽ നടത്തിയാൽ പറ്റും. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച കുമാരി സംഘമുണ്ട്, യൂത്ത് വനിതാ സംഘമുണ്ട്, കീഴ്പാഠശാലയുണ്ട്. ഇതെല്ലാം പ്രേരണയായി പ്രവർത്തിച്ച ശാഖാപാരങ്ങളുണ്ട്. വിലപ്പെട്ട ഒരു പോർട്രേറ്റാണ്. അതായത് ഭംഗിയായി നയിക്കുന്ന ഇന്നത്തെ വനിതാ നേതാക്കന്മാർക്ക് കൂടുതൽ പ്രോത്സാഹനവും കരുത്തും നൽകാൻ വേണ്ടി അവർക്കും കൂടി തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനെല്ലാം ഉപരി ദ്രവ്യപാകശാല പാഠശാല ഇന്ന് കേരളത്തിൽ ഏറ്റവും മനോഹരമായും സുന്ദരമായും ഓൺലൈനാണെങ്കിലും ഏറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏക യൂണിയൻ തുടങ്ങി വലിയ മാറ്റങ്ങൾ വരുന്നു. അവരെയും പ്രോത്സാഹിപ്പിക്കണേ. അങ്ങനെ 4 പോഷക സംഘടന നേതാക്കന്മാർക്ക് ഓരോ ലക്ഷം രൂപ വെച്ച് 4 ലക്ഷം രൂപയാണ്. അത് അടുത്ത ദിവസം തന്നെ ഈ ഹാളിൽ വെച്ചുകൂട്ടി അതിൻ്റെ നേതാക്കന്മാർക്ക് ഇന്നത്തെ യൂണിയൻ നേതൃത്വം കൊടുക്കണമെന്നും അത് ഇന്നോ നാളെ വന്ന് ഞാൻ ആ രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആമുഖമായി പറഞ്ഞുള്ളത് എനിക്ക് വളരെ സന്തോഷം. മാത്രമല്ല ബെന്നിഷാന്തി പല സൂത്രക്കാരാണെന്ന് എനിക്കറിയാം. അവരുടെ സൂത്രമായിട്ട് എന്തെങ്കിലും ആദ്യമേ 10 ലക്ഷം രൂപ അവർ ശാന്തി വെച്ചാൽ കാശ് കിട്ടും, യൂണിയൻകാരൻ വെച്ചാൽ കാശ് കിട്ടില്ല. അത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഞാനും 50 ആളാണ്. 60 ഗുരുവായൂർ വിശാലത്തിന്റെ പ്രസിഡന്റാണ്. ചാമ്പ്യന്മാരെ കൊണ്ടല്ല കാശ് പിടിപ്പിക്കുന്നത്. അവിടെ 10 പേര് തരും, ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തരും. ചാമ്പ്യനെ കൊണ്ട് ഞങ്ങൾ പിടിപ്പിക്കാറില്ല. ഇവിടെ ചാമ്പ്യൻ വെച്ചാൽ കാശ് കിട്ടും. ഞാൻ ആരെയൊക്കെ കൊണ്ട് 10 ലക്ഷം ക്ഷേത്രവും ബ്രഹ്മപുരിയുടെ അടുത്ത് കാസറ്റ് ഇന്നത്തെ യൂണിയൻ രൂപ നമ്മുടെ ബ്രഹ്മി സ്ഥാപിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ യോഗം സെക്രട്ടറി എന്നതിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ നമ്മൾ ചെയ്യുവാൻ ആത്മീയമായി വളരാൻ, ആത്മീയയുടെ അടിപ്പടയിൽ നിന്ന് മാത്രമേ ഭൗതികമായി വളരാൻ സാധിക്കൂ. സംഘം ഉണ്ടെന്ന് പറഞ്ഞു, കുമാര സംഘമില്ല എന്നൊരു പോരായ്മ പറഞ്ഞെങ്കിലും നമ്മുടെ രവിപാഠശാലയിലുള്ള ആൺകുട്ടികളെ നമുക്ക് കുമാര സംഘമായിട്ട് എടുക്കാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ജനസെക്രട്ടറി പറഞ്ഞല്ലോ, ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അതിലേക്ക് ആകർഷിച്ചെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കാനും ഗുരുവിൻ്റെ ദർശനം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഈ തൊടുപുഴ യൂണിയനിലെ എല്ലാ രവിപാഠശാലയിലെ കുട്ടികളെയും ആൺകുട്ടികളെ നമ്മൾ ബാലവേദിയിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ 10 വയസ്സ് കഴിയുമ്പോൾ അവരെ ആൺകുട്ടികളെ കുമാര സംഘമെന്നും പെൺകുട്ടികളെ കുമാരി സംഘമെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 10-20 വയസ്സ് കഴിയുമ്പോൾ അവരെ യൂത്ത് മൂവ്മെൻറ്റും വനിതാ സംഘവുമായിട്ട് നമുക്ക് വരികയും ചെയ്യും. നമ്മുടെ സംഘടനയെ ഉറച്ച കാലത്തോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുണ്ട്. മുമ്പ് തൃശ്ശൂർ അപ്പുറത്തൊരു സ്ഥലത്ത് ഗുരു ഇന്ന് കുടുംബ യൂണിറ്റ് ഉണ്ട്, വൈകുന്നേരം വരണമെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ശ്രീനാരായണ ഗുരു വരുമോ? കുടുംബ യൂണിറ്റിൽ ഗുരു വരുമോ എന്നാണ് ചോദിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അവർക്കന്ന് ഗുരുഭക്തി കൊണ്ട് ഭയങ്കരമായ അനുഭവങ്ങളാണ് അവർക്കുണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. മക്കളെല്ലാം നല്ല നിലയിലായി പ്രാർത്ഥനയുണ്ട്. 10-22 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ചോദിച്ചത് ശ്രീനാരായണ ഗുരു വരുമോ ഇന്നത്തെ മീറ്റിങ്ങിനെന്ന്. അപ്പം അന്ന് അവിടെ നിന്ന് ആ സത്യം പറഞ്ഞ് എനിക്ക് കരയണമെന്നാണ് തോന്നി. എത്രയോ പോലെ അവർക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ പിന്നെ ഒരു കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ അപ്പൂപ്പൻ്റെ പടം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആര്? ശ്രീനാരായണ ഗുരുവിൻ്റെ. അപ്പോഴാണ് ഇത് ഗുരുവാണ്. അപ്പം ഈ ഫോട്ടോ ഉള്ള വീടൊക്കെ ബന്ധുക്കളാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്.
അടുത്തത് ഞാൻ ഇനിയും പറഞ്ഞാൽ അതിനെ അധികമായി പോകും. അടുത്തത് ആലോചിക്കുന്നത് നമ്മുടെ ബെന്നിശാന്തിയാണ്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, തൊടുപുഴയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന, വളരെയധികം ത്യാഗ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട ബെന്നിശാന്തി. അദ്ദേഹം ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ഇതിനിടയിൽ വിവിധ ക്ഷേമ പദ്ധതികളും അദ്ദേഹം നടപ്പാക്കുന്നുണ്ട്. ചികിത്സാ സഹായം, ഓണ കിറ്റ് വിതരണം, വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒപ്പം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുകൂടി എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുന്നു. ബെന്നിശാന്തി ആഗ്രഹിക്കുന്നു. Gracias.